SFIയുടെ ജയകൃഷ്ണൻ ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ ജയകൃഷ്ണൻ, ഇതിപ്പോൾ പോലീസിനെതിരായ ഈ അതിക്രമങ്ങളൊക്കെ തുടരുമ്പോഴും ഇതിലിപ്പോഴും ഒരു ന്യായീകരണം പറയുകയാണ്. ഇതിപ്പോൾ സുജിത്തിനെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ന്യായീകരണം പറയുകയാണ്. ഒപ്പം തന്നെ ഇന്ന് മുഖ്യമന്ത്രി സഭയിൽ ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് കൂടുതലും ഈ കോൺഗ്രസിന്റെ സമയത്ത് അല്ലെങ്കിൽ UDFന്റെ കാലത്താണ് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഉണ്ടായത് എന്നുള്ള പറഞ്ഞ് ന്യായീകരിക്കുകയാണ്. എങ്ങനെ പ്രതികരിക്കുന്നു? പോലീസ് കസ്റ്റഡി മർദ്ദനങ്ങളെ ഒരു ഘട്ടത്തിൽ പോലും ഗവൺമെന്റ് ന്യായീകരിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. സുജിത്തിന്റെ വിഷയത്തിൽ ഈ സംഭവം ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ അന്ന് വകുപ്പ് തല നടപടിയെടുക്കുകയും രണ്ടാമത് സുജിത്തിന്റെ വിഷ്വൽ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ കർശനമായ അച്ചടക്ക നടപടി ഈ ഉദ്യോഗസ്ഥർക്കെതിരെ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കേരള പോലീസ് ചരിത്രത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞതുപോലെ 144 ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഈ ഗവൺമെന്റ് നടപടി എടുത്തത്. അത് തുടർന്ന് പോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതൊരു തുടർച്ചയായിരുന്നു. അച്ചടക്ക നടപടി പോസ്റ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും നമ്മുടെ ജനങ്ങൾക്കെല്ലാം സംരക്ഷണം കൊടുക്കേണ്ടതാണ് പോസ്റ്റ്. അപ്പൊ ആ പോസ്റ്റിൽ തന്നെ ക്രിമിനൽവൽക്കരണമുള്ള ഉദ്യോഗസ്ഥർ ഉണ്ടെങ്കിൽ അവർക്കെതിരെ കർശനമായ അച്ചടക്ക നടപടി എടുക്കുവാൻ അർദ്ധസംഖ്യക്കിടയില്ലാത്ത നിലയിൽ മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അതുപോലെ കേരളത്തിൽ അടുത്ത കാലത്തായി ഉയർന്നുന്ന വിഷയങ്ങളിലെല്ലാം ഗവൺമെന്റ് നടപടി എടുക്കുമെന്നാണ് ഇന്ന് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഇതിപ്പോൾ ഈ നടപടിയൊക്കെ ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്രയും കാലത്തിനുള്ളിൽ ഇത്രയേറെ പോലീസ് ഉദ്യോഗസ്ഥരെ പുറത്താക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാം, ശരി തന്നെ. പക്ഷെ ഇപ്പോൾ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, കുറച്ച് പുറത്തു വരുന്ന പോലീസുകളുടെ അതിക്രമങ്ങളെ കുറിച്ചുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ടല്ലോ, അതിലൊക്കെ ഒരു നടപടി എത്രയും വേഗം വേണ്ടത് തന്നെയല്ലേ? അത് തീർച്ചയായും. ഞാൻ കൊടുത്ത പരാതിയിന്മേൽ ഇപ്പോ 2016 എന്റെ പ്രശ്നം ഉണ്ടായത്. റിപ്പോർട്ട് 2016 പുറത്തു വരുന്നത്. അതിന്മേൽ നടപടി എടുക്കുന്നതിന് അന്നത്തെ ഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് എന്റെ പ്രശ്നത്തിന്മേൽ അന്ന് തടസ്സം സൃഷ്ടിച്ചത്. നിർഭാഗ്യവശാൽ ഫോഴ്സിന്റെ ഒരു പ്രശ്നം, ഫോഴ്സിനകത്ത് ഒരു ഡിസിപ്ലിനറി ആക്ഷനുമായി ബന്ധപ്പെട്ട പ്രശ്നം റിപ്പോർട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു നടപടിക്രമങ്ങൾ പാലിച്ച വിശദീകരണം തേടി ആ ഉദ്യോഗസ്ഥരുടെ വിശദീകരണം തേടുന്നു. ആ വിശദീകരണത്തിന്മേൽ അന്വേഷണം നടക്കുന്നു, തെളിവെടുപ്പ് നടക്കും. അതായത് ദിവസങ്ങൾ നീണ്ട പ്രോസസ്സിലൂടെ മാത്രമേ അത് നടപടിക്രമങ്ങളിലേക്ക് പോകാൻ കഴിയൂ. ഒരു താൽക്കാലിക നടപടി എന്നതിലെ പലയിടങ്ങളിൽ ഇതിന്റെ വിഷയത്തിൽ തന്നെ താൽക്കാലിക നടപടി എന്നതിൽ അന്ന് സ്ഥലം മാറ്റം അടക്കമുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് പോയതാണ്. ഇപ്പോൾ വളരെ കർശനമായ നല്ല സസ്പെൻഷനിലാണ്. അപ്പോ ഫോഴ്സിലെ നല്ല ഏത് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെങ്കിലും അതിന് ചില നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ പോകാൻ കഴിയൂ. അല്ലെങ്കിൽ അവർ കോടതിയെ സമീപിക്കും, കോടതിയിൽ നിന്ന് നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്നുള്ള അനുകൂലമായ ഉത്തരവ് മേടിക്കും. അത് അവസാന കേസിന് തന്നെ ബുദ്ധിമുട്ടാകുന്ന നിലയാണ് സാധാരണഗതിയിൽ ഉണ്ടാകുന്നത്. നിലവിലിപ്പോൾ ഈ പോലീസ് മർദ്ദനത്തിൽ കോടതിയും വിശദീകരണം തേടിയിട്ടുണ്ട്. പക്ഷെ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു അന്വേഷിച്ച് അതിലൊരു നടപടി എടുക്കാൻ അതിൻ്റെതായ സമയങ്ങളുണ്ട്. ഓക്കെ, നമുക്ക് മനസ്സിലാവും അത്. പക്ഷേ അത്തരത്തിലുള്ള ആ സമയത്തിനുള്ളിൽ പുറത്താക്കി അല്ലെങ്കിൽ മാറ്റി നിർത്തുകയാണോ വേണ്ടത്, അതല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫർ നൽകുകയാണോ വേണ്ടത്? ഇതിൽ ഏതാണ് ഒരു നടപടിയായിട്ട് നമുക്ക് തോന്നുന്നത്? അല്ല, നടപടി എന്നുള്ള കർശനമായ അച്ചടക്ക നടപടി വേണം. അത് ട്രാൻസ്ഫർ എന്നുള്ളത് ഒരു നടപടിക്രമമായി മാത്രം നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. അത് എവിഡൻസിന്റെ അടിസ്ഥാനത്തിൽ പോലീസിലെ തന്നെ ഉന്നതരായ ഉദ്യോഗസ്ഥർ അന്വേഷിച്ച് ആ അന്വേഷണത്തിന്മേലുള്ള നടപടികളാണ് നടപ്പിലാക്കേണ്ടത്. നിർഭാഗ്യവശാൽ ചില സന്ദർഭങ്ങളിൽ, ഒറ്റപ്പെട്ട ചില സന്ദർഭങ്ങളിൽ അത് വൈകി പോകുന്നു എന്നുള്ളത് ശരി തന്നെയാണ്. നമുക്ക് കണ്ണടച്ചിരുട്ടാക്കാൻ കഴിയില്ല. അപ്പോ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ ആ സംഭവങ്ങളെ ആകെ വിലയിരുത്തി ആ സംഭവങ്ങളിലാകെ ഉയർന്ന തരത്തിലുള്ള നിലവാരത്തിലുള്ള ഉദ്യോഗസ്ഥർ അതിനെ സംബന്ധിച്ച് പരിശോധിച്ച് നടപടി എടുക്കേണ്ടത് തന്നെയാണ്. ഇത്തരം കാലതാമസങ്ങൾ ഗവൺമെന്റ് ഇടപെട്ട് ഒഴിവാക്കേണ്ടതുമാണ്. ഉറപ്പായും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ. ഈ സുജിത്തിന്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്, ഈ പോലീസിന്റെ ക്രൂരമായ നടപടിയൊക്കെ നമ്മൾ കണ്ടതാണ്. അതൊക്കെ വലിയ രീതിയിൽ ചർച്ചയാവുകയും പ്രതിഷേധം നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ CPMന്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയുടെ ഒരു പ്രതികരണം കഴിഞ്ഞ ദിവസം വന്നു. താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടോ എന്നറിയില്ല. അത് പറയുന്നത് സുജിത്തിനെ പോലീസ് അടിച്ചതിൽ ഒരു മറുവശമുണ്ട് എന്നുള്ളതാണ്. അതിൽ ഏതൊക്കെ തരത്തിലുള്ള കേസുകൾ ഉണ്ട് എന്ന് പറഞ്ഞാലും ഇത്തരത്തിലുള്ള ഒരു ശിക്ഷാ നടപടി പോലീസുകാർ നൽകേണ്ടതുണ്ടോ? അല്ല, പോലീസിന്റെ ക്രിമിനൽ വൽക്കരണത്തിൽ ഒരു ഘട്ടത്തിലും ന്യായീകരിക്കുന്ന ആളാണ് CPM തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം എന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് 2012 കോന്നി പോലീസ് സ്റ്റേഷൻ ഉപരോധത്തിൽ പങ്കെടുത്ത അന്നത്തെ പ്രമുഖ നേതാക്കളിൽ ഒരാളായിരുന്നു
ഇപ്പോഴത്തെ CPM-ന്റെ അവിടുത്തെ ഇല്ലാത്ത. അതുകൊണ്ട് പോലീസിലെ ക്രിമിനൽസിന് ഒരു ഘട്ടത്തിൽ പോലും ന്യായീകരിക്കുന്ന ആളല്ല അദ്ദേഹം. ഇവിടെ എനിക്ക് സുജിത്തിനെതിരായ കേസുകളെ മുൻനിർത്തി ആയിരിക്കാം അദ്ദേഹം അങ്ങനെ ഒരു പൊളിറ്റിക്കൽ കേസുകൾ സാധാരണ അതിൽ ഉണ്ടാകുന്നതാണ് ഇത്തരം സംഭവങ്ങൾ. അതിനെ മുൻനിർത്തി ആയിരിക്കാം അദ്ദേഹം വിലയിരുത്തിയെന്നാണ് ഞാൻ കരുതുന്നത്. ശരി, എന്തായാലും വളരെ നന്ദി ശ്രീ ജയകൃഷ്ണൻ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.